യാത്രകൾ പലതരമാണ്. വിദൂര ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങൾക്കിടയിൽ ആളുകളുടെ സഞ്ചാരമാണ് യാത്ര. കാൽനടയായി, സൈക്കിൾ, ഓട്ടോമൊബൈൽ, ട്രെയിൻ, ബോട്ട്, ബസ്, വിമാനം, കപ്പൽ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യാവുന്നതാണ്. ലഗേജുകൾ ഉപയോഗിച്ചോ അല്ലാതെയോ യാത്ര ചെയ്യാം. ഒരു വഴിയോ രണ്ടോ മാർഗങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യാം. വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ തുടർച്ചയായ ചലനങ്ങൾക്കിടയിലുള്ള താരതമ്യേന ചെറിയ താമസങ്ങളും യാത്രയിൽ ഉൾപ്പെടുത്താം. യാത്രയ്ക്കുള്ള കാരണങ്ങൾ പലതാകാം. വിനോദമാകാം, അവധി ദിന ആഘോഷങ്ങളാകാം, അല്ലെങ്കിൽ മിഷൻ യാത്രകളാകാം, ബിസിനസ് യാത്രകൾ, വ്യാപാര യാത്ര, ആരോഗ്യ പരിരക്ഷ നേടാനുള്ള യാത്ര, യുദ്ധം നടത്തുക അല്ലെങ്കിൽ പലായനം ചെയ്യുക, യാത്രയുടെ ആസ്വാദനത്തിനോ മറ്റ് കാരണങ്ങൾക്കോ സഞ്ചാരികൾ നടത്തം അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടൽ പോലെയുള്ള മനുഷ്യശക്തിയുള്ള ഗതാഗതം ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ പൊതുഗതാഗതം, ഓട്ടോമൊബൈലുകൾ, ട്രെയിനുകൾ, ഫെറികൾ, ബോട്ടുകൾ, ക്രൂയിസ് കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള യാത്രകൾ. യാത്രയ്ക്ക് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളാണുള്ളത്. ആനന്ദം, വിശ്രമം, കണ്ടെത്തലും പരിവേഷണവും, സാഹസികത, സാംസ്കാരിക ആശയവിനിമയങ്ങൾ, വ്യക്തിബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വ്യക്തിപരമായ സമയം ചെലവഴിക്കുന്ന, സമ്മർദ്ദം ഒഴിവാക്കാൻ ഓർമ്മകൾ രൂപപ്പെടുത്തുന്ന യാത്രകൾ, സാംസ്കാരിക അനുഭവങ്ങൾ തരുന്ന യാത്രകൾ, സന്നദ്ധ സേവനം മുൻനിർത്തിക്കൊണ്ടുള്ള യാത്രകൾ, ഉത്സവങ്ങളും ഇവൻ്റുകളും സംഘടിപ്പിക്കുന്നത് പരമായിട്ടുള്ള യാത്രകൾ. യാത്ര പലതാകാം. യാത്ര പ്രാദേശികമോ ദേശീയമോ അന്തർദേശീയമോ ആകാം. ചില രാജ്യങ്ങളിൽ പ്രാദേശികമല്ലാത്ത ആഭ്യന്തര യാത്രകൾക്ക് ഒരു ആന്തരിക പാസ്പോർട്ട് ആവശ്യമായി വന്നേക്കാം. അതേസമയം അന്താരാഷ്ട്ര യാത്രയ്ക്ക് സാധാരണമായി പാസ്പോർട്ടും വിസയും ആവശ്യമാണ്. ടൂറുകൾ ഒരു സാധാരണ യാത്രയാണ്. പരിവേഷണ യാത്രകൾ, ചെറിയ ഗ്രൂപ്പ് ടൂറുകൾ, റിവർ ക്രൂസുകൾ എന്നിവ യാത്രാ ടൂറുകളുടെ ഉദാഹരണമായി പറയാം. യാത്രയുടെ സുരക്ഷ അതൊരു പ്രധാന കാര്യമാണ്. യാത്ര സുരക്ഷ ഉറപ്പാക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ട പ്രാധാന്യം അധികാരികൾ ഊന്നിപ്പറയുന്നു. വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ സുരക്ഷിതവും അപകടരഹിതവുമായ ഒരു യാത്രയെ അനുകൂലിക്കുന്നു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ, കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും വിധേയരായേക്കാം. ചില സുരക്ഷാ പരിഗണനകളിൽ ഒരാളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ഒരു കുറ്റകൃത്യത്തിൻ്റെ ലക്ഷ്യം ഒഴിവാക്കുക, ഒരാളുടെ പാസ്പോർട്ടിൻ്റെയും യാത്രാ വിവരണങ്ങളും പകർപ്പുകളും വിശ്വസ്തരായ ആളുകൾ ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ യാത്രയുടെ സേഫ്റ്റി മുൻനിർത്തിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിവിധ തരത്തിലുള്ള യാത്രകളുടെ സുരക്ഷ താരതമ്യം ചെയ്യാൻ 3 പ്രധാന സ്ഥിതി വിവരണങ്ങൾ ഉണ്ട്. 2000 ഒക്ടോബറിലെ പരിസ്ഥിതി, ഗതാഗതം, പ്രദേശങ്ങൾ എന്നിവയുടെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപരി നമ്മുടെ സുരക്ഷിതമായ യാത്ര എങ്ങനെ ഉറപ്പുവരുത്തുവാൻ എന്ന് കൂടി ശ്രദ്ധിക്കുക.